ഇതിലെ കണ്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പടം കണ്ടായിരുന്നു ചേച്ചി? നല്ല ഇഷ്ടപ്പെട്ടോ? അതൊരു ആൻഷ്യസ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഈഗറായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ബ്രോ കൺഗ്രാറ്റ്സ്. പുറത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകരായിരുന്നു കണ്ടപ്പോൾ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. വെരി വെരി ഹാപ്പിയാണ്. ഓരോ ആൾക്കാർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹൗ ഡിഡ് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. ലൈക്ക് നല്ല റെസ്പോൺസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ എക്സ്പീരിയൻസ് നല്ല ഡിഫറെൻ്റ് ആണ്. ലൈക്ക് യു മസ്റ്റ് ഹവ് ഹാഡ് ദ എക്സ്പീരിയൻസ് ഇസ് റിയലി ഡിഫറെൻറ്റ്. നിങ്ങൾ പടം കണ്ടോ? നല്ലൊരു കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ഒരു മോഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ നല്ലൊരു മലയാളത്തിൽ കണ്ടു വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ ബ്രേവ് മൂവ്മെന്റ് ആണ് രണ്ടുപേരാണെങ്കിലും. ആക്ടിങ് വൈസ് ആണെങ്കിലും അതെ, ഷൂട്ടിംഗ് എല്ലാം കൊണ്ടും അതെ. കാണാത്തൊരു എവിടെയായിരുന്നു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ? എവിടെയാണ്? നമ്മൾ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ മറ്റേ ചെമ്മിരി ഡാമിൻ്റെ അടുത്ത്. അവിടെ ഒരു ഡാമും റിസർവോയറും ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ഉണ്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഏരിയ അവിടെ ഉണ്ടെന്ന്. ഞാൻ ഷൂട്ടിംഗ് ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചിമ്മിനിയുടെ കാണുന്നുള്ളത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ഇതിന് എന്താ പറയുക, എൻഡിങ് പോലും പ്രോപ്പർ എൻഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല. വേണ്ട ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവാം. അങ്ങനൊരു ലെവലിലാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടാൻ തന്നെയായിരുന്നു പ്ലാൻ ആദ്യമേ നോക്കില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സീക്വലിന് അങ്ങനെ പ്ലാനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ജോണർ പരീക്ഷിക്കണം തോന്നിയ ഒരു എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇങ്ങനത്തെ ഒരു ജോണർ പരീക്ഷിക്കണം ഇതൊരു ചെയ്തിട്ടില്ലാത്തൊരു പ്രൈമറി സൈജോറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിന് ഒരു ലെജൻഡറി എഡിറ്റർ, ടെക്നീഷ്യൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിമിൽ ഭാഗമാകാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത്. ഈ ജോണർ ഇതായത് ജസ്റ്റ് ഒരു ബോണസ് ആയിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ വാസ് എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ്. അതറിഞ്ഞപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. കാരണം ഐ തിങ്ക് മലയാളത്തിൽ യെസ് ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ പെടുന്ന കുറച്ച് പടങ്ങൾ നേരത്തെയും ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ളി ഫൗണ്ട് ഫുട്ടേജ് ആണ്. വേറൊരു പടം പക്ഷേ ഒരു വളരെ ഇൻഡിപെൻഡൻറ്റ് ഫിലിമായിട്ടുള്ള വേറൊരു ഫിലിം ഉണ്ടായിരുന്നു വിച്ച് വാസ് ഫൗണ്ട് ഫുട്ടേജ്. പക്ഷേ ഒരു കമേഴ്ഷ്യൽ റിലീസ്, ഒരു മെയിൻ സ്ട്രീം റിലീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്കെയിലൊരു ഫൗണ്ട് ഫുട്ടേജ് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ മസ്റ്റ് വാച്ച് പ്രോ കണ്ടാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു പ്ലോട്ട് ഹെവി ഫിലിം അല്ല, അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു USP. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ചെയ്തുള്ള കഥാപാത്രങ്ങൾ? ഒരു ക്യൂട്ട് അല്ലെങ്കിൽ നോർമൽ കാമുക ലെവലിലാണ് ഇത്. അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കഥാപാത്രമായിരുന്നു. ഇത് പ്രേക്ഷകൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനത്തെ കണ്ടുള്ള? ആക്ച്വലി വളരെയധികം ഇഷ്ടപ്പെടുന്നത്. വെരി ചാലഞ്ചിങ്. എല്ലാ സീനും ഈക്വലി ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് പീപ്പിൾ ആർ ആക്സെപ്റ്റിംഗ്. നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് വരുന്നത്. നമ്മുടെ പെർഫോമൻസ് ആണെങ്കിലും മൂവി വൈസ് ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ Big day, big win. big day, you know. Okay, thank you. Thank you so much. Director, yeah, maybe you can ask me. Hi.
ഹലോ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകർ ഒരുപാട് എക്സ്പെക്ടേഷൻ, പല റെസ്പോൺസുകൾ വരുന്നത് ഇങ്ങനത്തെ ഒരു ജോണറിൽ? അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എന്തൊക്കെയാണ് എങ്ങനെയാണ് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ജോണേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യത്തെ പരീക്ഷണമാണല്ലോ. അതെ. എത്രത്തോളം പേടിയുണ്ടായിരുന്നു? അല്ല, പേടിയൊന്നുമില്ല. പക്ഷേ എന്താണ് ഇത്രയും മൂവിങ് ക്യാമറ ഒക്കെ ആയതുകൊണ്ട് അത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കുമല്ലോ. അത് എങ്ങനെയാണ് ആൾക്കാർക്ക് എടുക്കുക എന്നുള്ള അതിലായിരുന്നു പേടിയല്ല പടം. ഇതിന് ഇങ്ങനൊരു ഇത് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു സത്യം പറയുക? ഇതിൻ്റെ തുടക്കവും ഒന്നുമില്ല, എൻഡിങ്ങും അങ്ങനെയല്ല, അങ്ങനത്തെ ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ഓപ്പൺ എൻഡായിട്ടും കുറച്ച് ചിന്തിച്ച് കാണേണ്ട പടം എടുക്കണം എന്നുള്ളൊരു പോപ്കോൺ സിനിമ അല്ലാതെ അങ്ങനത്തെ ഒരു പടം ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ജോണർ ചെയ്യുന്ന സമയത്ത്? എൻ്റെ മൈൻഡിൽ പല കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒബ്വിയസ്ലി സൈജുവിന് നല്ല ക്ലാരിറ്റി ഉണ്ട് എങ്ങനെ സിനിമ ചെയ്യണമെന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു റൈറ്റർ എന്നുള്ള രീതിയിലാണെങ്കിലും എനിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇങ്ങനൊരു സിനിമ ഇറങ്ങുമ്പോൾ പോലും അതായത് നല്ലൊരു ദിവസമാണ് എങ്കിൽ പോലും ഇതിൽ അഭിനയിച്ച ഒരു ആൾ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഇതിൽ ഇങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയ്ക്കെതിരായിട്ട് അത് കറക്റ്റ് ദിവസം തന്നെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളത് രാവിലെ അതിന് നമ്മൾ എന്താ പറയുക വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇനിയും അത് എന്താ പറയുക ഈ ഒരു സമയത്ത് പോലും ഇനി അത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തീർച്ചയായും അതിന് നിയമപരമായ നിബന്ധനയാണ്. അതെങ്ങനെയാണ് നമ്മൾ പോകുന്നത്, നമ്മൾ ഗ്രൂപ്പ് ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കും. നിയമപരമായിട്ട് തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ശരി, നിങ്ങളെല്ലാവരും കണ്ടോ സിനിമ? കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മഞ്ജുവാരി ചെയ്തതാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് മൂവിയാണ് ഇത്. കൊമേഴ്സ് പ്ലാൻ ചെയ്തൊരു ഫിലിമാണ്. നല്ലൊരു മൂവിയാണ്. വേൾഡ് ക്ലാസിക്കൽ കാണുന്ന എവറിഡേ മൂവി, നമ്മൾ സ്ഥിരം കാണുന്ന മൂവിയല്ല. ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ലൈക്ക് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര സൈലൻ്റ് ആയിട്ട് തിയേറ്ററിൽ ഇങ്ങനെ ഭയങ്കര ത്രിൽഡ് ആയിട്ട് കാണുന്ന എടുത്തു വെച്ചാൽ ഈ ഫസ്റ്റ് ഹാഫ് ഒരു ക്യാമറ ഒരു ഫുട്ടേജും സെക്കൻഡ് ഹാഫ് ഒരു ഫുട്ടേജും. സോ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ വ്യൂ അങ്ങനെ കുറേ ഷോട്ട്സ് ഉണ്ട്, ഒരുപാട് ലോങ് ഷോട്ട്സ് ഉണ്ട്. സോ ആൻഡ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി പറയുന്ന പോലെ ഈ ട്രൂ സ്റ്റോറി ബേസ്ഡ് ഇവൻസ് ആണ്, ബട്ട് എടുത്തേക്കുന്ന രീതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ടെക്നിക്കലി ടു ഗുഡ്. കുറേ ഇൻട്രോ സമയത്തൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോട്ടൊക്കെ ഉണ്ട്, ഫൈറ്റ്സ് ആയാലും. സോ ടെക്നിക്കലി ടീമിന് ഹാറ്റ്സ് ഓഫ് എൻ്റെ ടീം. കാരണം ഇതൊരു ഡിഫറെൻറ്റ് വേ ഓഫ് ടെല്ലിങ് സ്റ്റോറി. നമ്മൾ സ്ഥിരം കാണുന്ന നമ്മൾ ഈ പറഞ്ഞ കണ്ടുവന്നിരുന്ന ഒരു കൺവെൻഷൻ ആ ഒരു രീതിയല്ല, ഡിഫറെൻ്റ് ആണ്. സോ മൂവി ഒരു 10 മിനിറ്റ് എടുക്കും നമ്മളൊരു ഇൻറ്റു എടുക്കാൻ. കാരണം നമ്മൾ ഒരു ഫുട്ടേജ് കാണുമ്പോൾ ആ ഒരു 10 മിനിറ്റ് എടുക്കും നമ്മൾ ആ മൂവിയിലേക്ക് ഇൻറ്റു ആവാൻ. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ എടുത്ത് വെച്ചിരുന്നത് ലൈക്ക് ഒരു ബോൾഡ് മൂവ് ആയിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. ആൻഡ് മൂവി ലവേഴ്സ് അല്ലെങ്കിൽ സിനിമ പഠിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സിനിമ ഇഷ്ടമുള്ളവർ എന്തായാലും രീതിയിൽ വന്ന് കാണും. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ഹോളിവുഡിലേക്കത്തെ നമ്മൾ ഈ പാരനോമൽ ആക്ടിവിറ്റി ഒക്കെ കണ്ട് അങ്ങനത്തെ ഒരു അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു വേർഷൻ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണണം. മിസ് ചെയ്യരുത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു.